ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഓടരുതെന്ന് പറഞ്ഞാൽ ഓടും. അങ്ങനെ വീട്ടിൽ മൊത്തം ആകെ ഒരു ബഹളവും അടിയും വഴക്കും ഒക്കെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുള്ള വീട്ടിൽ. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒന്ന് സൈലൻ്റ് ആയാലോ, ഈ വാതോരാതെ അവരെ വഴക്ക് പറയുന്ന നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബഹളം. അങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് സങ്കടങ്ങളോട് സങ്കടങ്ങളാണ് കേട്ടോ. എനിക്കല്ല, എൻ്റെ കുഞ്ഞപ്പൂവിൻ്റെ സങ്കടങ്ങൾ എൻ്റെ സങ്കടമാണല്ലോ. ഇനിയിപ്പോൾ സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയി 5 വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ കുത്തിവെപ്പെടുത്ത അപ്പം മുതൽ കരച്ചിലാണ്. കരച്ചിൽ പിന്നെ മുളലായി, നിലവിളിയായി, ഞരങ്ങലായി, വാശിയായി, വഴക്കായി. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ചൂടും പനിയും ഒക്കെ ആയി. വൈകിട്ടായപ്പോഴത്തേക്കിനും എന്തോ കളഞ്ഞു പോയൊരു ലുക്കാണ് കുഞ്ഞപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ. ഓടി നടന്ന് ബഹളം ഉണ്ടാക്കി എല്ലാവരുടെയും കയ്യിൽ നിന്ന് അടിയും നുള്ളും പിച്ചും ഒക്കെ കൊള്ളുന്ന എൻ്റെ കുഞ്ഞപ്പൂവിന് ഇന്നൊട്ടും വയ്യ കേട്ടോ. വൈകുന്നേരം ഇഷ്ടപ്പെട്ട പരിപ്പുവടയും കട്ടൻ ചായയും ഉണ്ടായിരുന്നു. അത് കുടിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. ഞാനൊരു ഇത്തിരി പാരസെറ്റമോളിൽ സിറപ്പ് കൊടുത്ത് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. കൈയൊക്കെ പൊക്കണം താഴ്ക്കണം എന്നൊക്കെ സിസ്റ്റർമാർ പറഞ്ഞു വിട്ടു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് പൊക്കലും ഇല്ല താക്കലും ഇല്ല. അതൊന്നും പോയിട്ടൊന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട മീനാണ് നമ്മുടെ നെത്തോലി. അത് ഞാൻ മാങ്ങയൊക്കെ ഇട്ട് അരച്ച് കറിയാക്കിയിട്ട് ചോറ് കൊടുക്കാമെന്ന് വെച്ചു. അതും കഴിക്കാൻ വന്നില്ല. പിന്നെ ഒരു ഇത്തിരി കഞ്ഞി കൊടുത്തു. അതിനുശേഷം നമ്മൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സൈലൻ്റ് ആകുമ്പോൾ ആ ഒരു വിഷമം ഒന്ന് വേറെ തന്നെയാണേ. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ വീടൊരുമാതിരി ഉറങ്ങിയിരിക്കുന്ന പോലെയാണ്. ഈ ഒരു വിഷമം 2-3 ദിവസത്തേക്ക് കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ.